നൊസ്റ്റാൾജിക്കൽ ചുറ്റുപാടിൽ നിന്നും വിട്ടുപോരാനാവാതെ പഴയകാല ഓർമ്മകൾ അയവിറക്കി ജീവിക്കുന്നവരാണ് ഏകദേശം എല്ലാവരും. അവരുടെ ചിന്തകൾ, അവർ പിന്നിട്ട ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്ര ദുർഘടം പിടിച്ചവയാണ്. പണ്ടൊരു കാലത്തിൽ. ഞാൻ നിങ്ങളുടെ ജിസി എൻ ജോർജ്, കീഴ്പള്ളി. വേലിത്തലപ്പുകളിൽ പ്രണയങ്ങൾ തളിർത്ത കാലം. മലഞ്ചെരുവിൽ നിന്നും ഉദിച്ചുയരുന്ന സൂര്യരശ്മികൾ വെട്ടിത്തിളങ്ങുന്ന അരുവികളും തോടുകളും പച്ചപ്പിനോട് കഥ പറയുന്ന കണ്ണൂരിൻ്റെ സ്വന്തം അയ്യങ്കുന്നിലെ കൊച്ചു ഗ്രാമം വാണിയപ്പാറ. മൺറോഡുകളും ഇടവഴികളും, വേനലിൽ വെള്ളിയരഞ്ഞാണം പോലെയും വർഷകാലങ്ങളിൽ കലിതുള്ളി കലങ്ങിയൊഴുകുന്ന തോട്, ഇല്ലിപ്പാലത്തിലൂടെ അക്കരെ ഇക്കരെ കടന്നു പോകുന്ന പള്ളിക്കൂടം പിള്ളേർ ഉൾപ്പെടെ ആർക്കും മഴ അവധികൾ ഇല്ലായിരുന്നു. അന്നും ബസ് സർവീസ് ഉണ്ടായിരുന്ന ടൗണിൽ ബസ് കാത്തു നിൽക്കാനും വിശേഷങ്ങൾ പങ്കിടാനും പത്രം വായിക്കാനും കടത്തിണ്ണകളായിരുന്നു ആശ്രയിച്ചിരുന്നത്. ചെറിയ ചായക്കടകളിലെ ബെഞ്ചുകൾ ഇവരെ കാത്തിരിക്കും. ഒരു വായനശാല പേരിനുണ്ടായിരുന്നു. അന്തിക്കള്ളിൽ പുറത്തു വരുന്ന സർഗകലകൾ പ്രകടിപ്പിക്കാനുള്ള ഒരിടം. ബന്ധങ്ങൾക്ക് വിലയുണ്ടായിരുന്ന കാലം. അകലങ്ങളിൽ നിന്നും വിശേഷങ്ങൾ അറിയാൻ പോസ്റ്റ്മാനെ കാത്തിരിക്കുന്നതും കത്തിടുന്ന കടകളിൽ പോയി അന്വേഷിക്കുന്നതും സ്ഥിരം കാഴ്ചയായിരുന്നു. മതിലിനപ്പുറം മരണം നടന്നാൽ പോലും അറിയാത്ത ഈ കാലത്ത് മതിലുകളില്ലാത്ത കിണറ്റിൻകരകളും കുളിക്കടവുകളും അറ്റുപോയ ആ ബന്ധങ്ങളുടെ നൂലിഴകളാണ്. അടുക്കളപ്പുറത്തെ വഴിയിലൂടെ കടം മേടിക്കൽ, പശുവിനുള്ള കാടിവെള്ളം എടുക്കൽ എല്ലാം ബന്ധങ്ങളുടെ സൂപ്പർ ഗ്ലൂ ആയിരുന്നു. അയൽവക്കംകാർ പരസ്പരം കാണാത്ത ദിവസങ്ങൾ ഉണ്ടാകില്ല. അമ്മിക്കല്ലിനോടും അരകല്ലിനോടും ആട്ടുകല്ലിനോടും അലക്കുകല്ലിനോടും ഉരലിനോടും ഉലക്കയോടും കഥകൾ പറഞ്ഞും പരിഭവം പറഞ്ഞും സങ്കടങ്ങൾ പറഞ്ഞും ബാക്കിയുള്ള സമയം പുറത്ത് കാണാത്ത അയൽവക്കംകാരെ അന്വേഷിച്ചു പോകാനും അന്നത്തെ അമ്മമാർ സമയം കണ്ടെത്തിയിരുന്നു. അടുക്കളപ്പണികൾ ഒരുങ്ങിയാൽ ഇന്നത്തെ ഡിഷ് വാഷിൻ്റെ പരസ്യ ചിത്രങ്ങൾ പോലെ മുറ്റത്ത് വെയിലിൽ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങിയിരുന്നു. ചാരവും കരിയും അലക്കുസോപ്പും ഉപയോഗിച്ചുള്ള കഴുക്കിൻ്റെ തിളക്കം, പുതപ്പുകളും തോർത്തുകളും കൈക്കല തുണികളും കാരത്തിൽ പുഴുങ്ങി അലക്കിയെടുക്കും. അതിൻ്റെ വാസന അമ്മയുടെ വാസനയായിരുന്നു. വൈകുന്നേരങ്ങളിലെ കുളിക്കടവുകളും തുണിയലക്കും താളിതേച്ചുള്ള കുളിയും നഷ്ടമായ ഗ്രാമ സൗന്ദര്യമാണ്. ആറ്റുവഞ്ചി പൊന്തകളിൽ കട്ടുറുമ്പിൻ്റെ കടികൊണ്ട് എഴുന്നേറ്റോടുന്ന അന്യം നിന്നുപോയ ഒരു കലാരൂപവും അന്നുണ്ടായിരുന്നു. പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങളും കല്യാണങ്ങളും എല്ലാവരും ഒരുമിച്ച് പോയി ഏത് രാത്രിയിലും തിരികെ വരാൻ ആർക്കും ആരെയും ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു. അയൽവീടുകളിലെ മുതിർന്ന കുട്ടികളെ ഏൽപ്പിച്ചു വിട്ടാൽ തിരികെ സുരക്ഷിതരായി എത്തുമെന്ന പ്രതീക്ഷ പഴയ തലമുറയുടെ നന്മയാണ്. ഹാർട്ട് അറ്റാക്കും BP സ്ട്രോക്കും ഒന്നും അവരുടെ പങ്കുവെക്കലുകളിൽ കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. എണ്ണമില്ലാത്ത തല്ലും കണക്കില്ലാത്ത ശകാരവും പുതിയ തലമുറയ്ക്കുള്ള സമ്പാദ്യമായിരുന്നു. പ്രയാസങ്ങളും പ്രതികരണങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ കുടുംബ ബന്ധങ്ങൾ ഇഴപൊട്ടാതെ നിലനിന്നു. താളിച്ചെടിയും ചീരയും വേലികൾ തീർത്തിരുന്ന അന്ന് വേലിത്തലപ്പുകളിൽ എത്രയോ പ്രണയങ്ങളും മൊട്ടിട്ട് പൂത്തിരുന്നു. പ്രണയലേഖനങ്ങളുടെ മാസ്മരിക ശക്തിയിൽ വാർത്തെടുത്ത ബന്ധങ്ങൾക്ക് കരിങ്കൽ ഭിത്തിയുടെ ഉറപ്പായിരുന്നു. മണ്ണിടിച്ച് നിരത്താത്ത മലമുകളിൽ നിന്നും ശുദ്ധമായ കാറ്റും നീരുറവകളും ഇന്ന് ഭൂഗർഭ ജലസ്രോതസ്സുകളും നിയന്ത്രണമില്ലാത്ത കരിങ്കൽ ഖനനവും മൂലം ഇന്നിൻ്റെ നോവായി പണ്ടൊരു കാലത്തിൻ്റെ ഓർമ്മയിൽ ഞാൻ പങ്കുവയ്ക്കട്ടെ.